പ്രിയമുള്ളവരെ, ഓങ്കോ വ്യൂസിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്ന വിഷയം അണ്ഡാശയത്തിൽ ക്യാൻസർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രോഗം എങ്ങനെയൊക്കെ നമുക്ക് ചികിത്സിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അണ്ഡാശയത്തിലെ ക്യാൻസർ ചികിത്സിച്ച് മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം, ഏറ്റവും നല്ല രീതിയിൽ അതിനെ ചികിത്സിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം, ഏറ്റവും നല്ല രീതിയിൽ ആ രോഗിക്കൊരു സർജറി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ നമ്മുടെ രോഗം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ രോഗം, അത് തുടക്കമാണ് എന്ന് വരികിൽ നമുക്ക് ആദ്യമേ ചെയ്യുന്ന ചികിത്സ ഒരുപക്ഷെ സർജറി ആയിരിക്കും. അപ്പോൾ ഈ സർജറി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം വയറിനകത്ത് ലെവലേശം രോഗമില്ലാതെ, ഒരു ഇത്തിരി പോലും രോഗമില്ലാതെ എല്ലാ രോഗവും, കണ്ണുകൊണ്ട് കാണാവുന്ന എല്ലാ രോഗവും പൂർണ്ണമായിട്ട് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ഈ സർജറിയുടെ ലക്ഷ്യം. അപ്പോൾ ഈ സർജറി നമുക്ക് ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ പറ്റത്തില്ല. അണ്ഡാശയത്തിൽ ക്യാൻസർ ഉള്ള രോഗികൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ലാപ്രോസ്കോപ്പി വഴി ചെയ്താൽ പോരെ, വലിയ മുറിവുകൾ ഒഴിവാക്കാം, ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. പക്ഷേ അണ്ഡാശയത്തിലെ ക്യാൻസറിൻ്റെ സർജറി ലാപ്രോസ്കോപ്പി വഴി നമുക്ക് ചെയ്യാൻ നിലവിൽ സാധിക്കത്തില്ല. അത് വയറ് തുറന്ന് തന്നെ, അത് കാര്യമായിട്ട് തന്നെ വയറ് തുറന്ന് നമ്മൾ ചെയ്യേണ്ട സർജറിയാണ്. കാരണം ഈ സർജറിക്ക് ശേഷം വയറിൽ ഒരു തരി പോലും രോഗമില്ലാതെ, വയറിനകത്ത് ഓവറിയിലും പെൽവിസിലും വയറിൻ്റെ എല്ലാ ഭാഗത്തും ഒരു തരി പോലും രോഗമില്ലാതെ ആ രോഗം പൂർണ്ണമായിട്ട് നമ്മൾ എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അതിന് ഒമ്മൻറ്റം എന്ന് പറയുന്ന അവയവം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ടി വന്നേക്കാം. ലിവറിൻ്റെ ഭാഗം ചിലപ്പോൾ നീക്കം ചെയ്യേണ്ടി വന്നേക്കാം. ഡയഫ്രത്തിൻ്റെ ഭാഗം നീക്കം ചെയ്യേണ്ടി വന്നേക്കാം. ആ പെരിറ്റോണിയത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ എടുത്ത് കളയേണ്ടി വന്നേക്കാം. ഇങ്ങനെയൊക്കെ ചെയ്ത് രോഗം ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മികച്ച ഒരു സർജറി ചെയ്യുക എന്നുള്ളതാണ്. തുടക്കത്തിൽ രോഗമുള്ള രോഗികൾക്ക്, ചെറിയ അവസ്ഥയിൽ രോഗമുള്ള ആളുകൾക്ക് ആദ്യമേ തന്നെ വയറ് തുറന്ന് ഇങ്ങനെയൊരു സർജറി ചെയ്യും. ആ സർജറിക്ക് ശേഷം അവർക്ക് കീമോതെറാപ്പി കൊടുക്കും. ആ കീമോതെറാപ്പിക്ക് ശേഷം പല ആളുകൾക്കും ഇന്നിപ്പം HRD എന്ന് പറയുന്ന ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കും. HRD എന്ന് പറയുന്ന ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി HRD പോസിറ്റീവായ ആളുകൾക്ക് ഇതിനൊക്കെ ശേഷം ഏകദേശം 2 വർഷത്തേക്ക് കഴിക്കാനായിട്ട് ഗുളികകളും കൊടുക്കും. അപ്ഫ്രണ്ടായിട്ട് ആദ്യമേ തന്നെ സർജറി ചെയ്യാൻ സാധിക്കാത്ത രോഗികളുണ്ട്. ഭൂരിഭാഗം രോഗികളും ഈ കാറ്റഗറിയിലാണ് വരുന്നത്. കാരണം അവരുടെ രോഗം വലുതായിരിക്കും, വയറിൻ്റെ പല ഭാഗങ്ങളിൽ രോഗം കാണും. അപ്പം നമുക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള രോഗികൾക്ക് ബയോപ്സിക്ക് ശേഷം നമ്മൾ കീമോതെറാപ്പി കൊടുക്കും. സാധാരണഗതിയിൽ പാക്ലിറ്റാക്സൽ എന്ന് പറയുന്ന മരുന്നും കാർബോപ്ലാറ്റിൻ എന്ന് പറഞ്ഞ മരുന്നുമാണ് കൊടുക്കുന്നത്. ഈ മരുന്ന് കൊടുത്ത് രോഗം ചെറുതാക്കും. രോഗം ചെറുതായതിന് ശേഷം നമ്മൾ മേൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ കുറച്ച് സമയം മുമ്പ് പറഞ്ഞതുപോലെ, ഒരു തരി പോലും രോഗം അവശേഷിപ്പിക്കാതെ രോഗം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാനായിട്ട് ശ്രമിക്കും. ചിലപ്പോഴൊക്കെ അതിന് സാധിച്ചു എന്ന് വരത്തില്ല. പക്ഷേ സാധിക്കാവുന്ന സമയത്തൊക്കെ ഒരു തരി പോലും രോഗം വയറിനുള്ളിൽ അവശേഷിക്കാതെ പരിപൂർണമായിട്ടും സർജറി ചെയ്ത് രോഗം നീക്കം ചെയ്യും. അങ്ങനെ നീക്കം ചെയ്തതിന് ശേഷം പിന്നെയും കീമോതെറാപ്പി കൊടുക്കാം. അതുപോലെ തന്നെ HRD പോസിറ്റീവായിട്ടുള്ള രോഗികൾക്ക് അതിനെതിരെയുള്ള ഗുളികകളും നമ്മൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് പൊതുവെ അണ്ഡാശയത്തിലെ ക്യാൻസറിൻ്റെ ചികിത്സ ഇങ്ങനെയാണ്. ഇതിനെക്കുറിച്ച് പൊതുവായ ഒരു ധാരണ, ഒരു അവബോധം നിങ്ങളുണ്ടായി കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.